ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ചില അർജന്റ് ആവശ്യങ്ങൾക്കൊക്കെ ഡോക്ടർമാരെ വിളിക്കും. അങ്ങനെ എപ്പോഴൊക്കെയാണോ ഡോക്ടർമാർ വന്നിട്ടുള്ളത് അപ്പോഴൊക്കെയും ഡോക്ടർമാരുടെ കൂടെ ആംബുലൻസിൽ ഒരേ നഴ്സാണ് വന്നിട്ടുള്ളത്. ഒരേ നഴ്സ്. കുറെ കാലം കഴിഞ്ഞാണ് ലോകം ഒരു വലിയ കാര്യം മനസ്സിലാക്കിയത്. വന്നു പോകുന്നതിനിടയിൽ അവൾ കുറേ കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന്. കുറച്ച് കുട്ടികളെന്നല്ല, 2600 കുഞ്ഞുങ്ങളെ ആ നരക ക്യാമ്പിൽ നിന്ന്, വാതക ചൂളയിൽ നിന്ന് അവൾ രക്ഷിച്ചെടുത്തു. 2600 കുഞ്ഞുങ്ങളെ. അവള് കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടി ചെറിയ ഉറക്കവിളിയൊക്കെ കൊടുക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് നായയും കൊണ്ടുവരും, എന്നിട്ട് ഉറക്കെ കുരപ്പിക്കും. അപ്പൊ കുട്ടികളുടെ കരച്ചില് കാവൽക്കാർ കേൾക്കില്ല. കുറെ കാലം കഴിഞ്ഞ് 2008 മരിക്കുന്നത്. 2008 മെയ് 12 അയേന സെല്ലർ എന്ന ആ മിടുക്കിയോടൊരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടിയെന്ന്. 30 ലക്ഷം മനുഷ്യന്മാരെ കൊന്ന ആളുകൾക്ക് ഒരു നഴ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ കൊല്ലുന്നത് പോലെ അത്രയേ ഉള്ളൂ. അവരെങ്ങനെ അറിഞ്ഞാൽ നിങ്ങളെ കൊല്ലൂല്ലേ? ആ സാഹസം ചെയ്യാൻ എവിടുന്നാണ് ധൈര്യം കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ മിടുക്കിയായ ആ പെൺകുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവള് പറഞ്ഞു, ആ ധൈര്യം എനിക്ക് എൻ്റെ അച്ഛൻ തന്നതാണ്. അച്ഛനൊരു ഡോക്ടറായിരുന്നു, നല്ലൊരു ഡോക്ടറായിരുന്നു. നമ്മുടെ നിപ്പ പോലെ ഒരു പകർച്ചപ്പനി ഉണ്ടായി നാട്ടില്. കുറെ ആളുകൾ മരിച്ചു വീഴുന്നത് കണ്ട് ഡോക്ടർമാരെല്ലാവരും രാജ്യം വിട്ടുപോയി. ഇദ്ദേഹം എങ്ങോട്ടും പോയില്ല. ഇദ്ദേഹം ഓരോ ആളുകളുടെയും വീടുകളിൽ കയറിയിട്ട് അവരെ പരിചരിച്ച് ശുശ്രൂഷിക്കുന്നതിനിടയിൽ, കുറെ ആളുകളെ മെല്ലെ മെല്ലെ രക്ഷിച്ചെടുക്കുന്നതിനിടയിൽ ഈ നല്ല മനുഷ്യന് പനി പിടിച്ചു. അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷെ മരിക്കുന്നതിന്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് മകളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് മോളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? എൻ്റെ മോളെ, ഒരാളിങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ടാലേ നിനക്ക് നീന്തൽ അറിയോ ഇല്ലേ എന്നൊന്നും നീ നോക്കരുത്, അയാളെ രക്ഷിക്കാൻ നീ എടുത്തു ചാടണം. അതാണ് മോളെ അച്ഛൻ ചെയ്തത്. മോളും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് ആ കൈ മെല്ലെ മെല്ലെ ഇങ്ങനെ വിട്ടുപോയി. അതായിരുന്നു ആ അച്ഛൻ. ആ മോള് പറയണ അച്ഛൻ എന്ന ധൈര്യമാണ് എനിക്ക്. ഞാൻ എന്നെ ഒന്നും നോക്കിയില്ല, മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്തു. ഈ പറയണ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഇവിടെ ചെയ്യാനുള്ളത് അത്രയേ ഉള്ളൂ. നമുക്ക് എന്താണോ ദൈവം പഠിച്ചവൻ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നത്, അറിവാണോ, പണമാണോ, സമയമാണോ, സാന്നിധ്യമാണോ, കഴിവുകളാണോ, പ്രതിഭകളാണോ, പാടാനും വരക്കാനും ഒക്കെ ഉള്ള കഴിവാണോ, എന്താണോ നമ്മുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്.